ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് എന്ത് കൊടുത്തു വിടുമെന്ന് പല പേരൻസിനും ഒരു ഐഡിയയിലായിരിക്കും അല്ലേ. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കൊത്തു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുക, അതിന് നമ്മൾ റോളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് റെഡിയാക്കാനായിട്ടുള്ളത് ചിക്കനാണ്. ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ളത് കാരണം എല്ലൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കുക. 2 ഓനിയൻ ചോപ്പ് ചെയ്തത്, 2 തക്കാളി ചോപ്പ് ചെയ്തത്, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി ഉപ്പും ചേർക്കുക. പേസ്റ്റാക്കിയ ഒരു തക്കാളിയുടെ പച്ചരുചി മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, സോയാ സോസ് ഇവയെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിന്റെ മെഷർമെന്റ് ഒക്കെ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ട് വീണ്ടും ഇളക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തിയും കൂടി ചേർത്ത് കൊടുത്ത് 2 സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി ആ മസാല എല്ലാം ചപ്പാത്തിയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡെലിഷ്യസ് ആയിട്ടുള്ള ചിക്കൻ കൊത്തുചപ്പാത്തി റെഡി.